നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആകെ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം വളരെ ചെറിയൊരു തെരഞ്ഞെടുപ്പാണ്, ഒരു 10 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നിസാരമാക്കി കളയാമെങ്കിലും പക്ഷെ അത് നിസാരമല്ല. കേരളത്തിലെ മൊത്തം ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികളെ എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക്, അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും എല്ലാം ഒരു മുൻകൂട്ടിയുള്ള ഒരു വിലയിരുത്തലാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് സെമി ഫൈനലായിട്ട് പോകുന്നു. പക്ഷേ ആദ്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവെ അപ്പോൾ ഭരിക്കുന്ന ആ സർക്കാരിൻ്റെ ഒരു ഭരണത്തെ വിലയിരുത്തലാകുമെന്ന് പറയാമെങ്കിലും പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ ആണെന്ന് തോന്നുന്നില്ല. അതിലപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോവുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുൻപ് കൃഷ്ണൻ ഇവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം, പിണറായി വിജയൻ്റെ ഒരു ചോദ്യവും, പിന്നെ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ എൻ ഷംസീറിൻ്റെ ഒരു പരാമർശം, പിന്നെ ശബരിമല വിഷയമുണ്ടായപ്പോൾ അവിടെ കന്യായപ്പന്മാർ എത്താതിരുന്ന സമയത്ത് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം മുടങ്ങി എന്നൊക്കെയുള്ള പരാമർശങ്ങൾ, അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട LDFൻ്റെ, അതായത് CPMൻ്റെ പല കാലത്തെ നിലപാടുകൾ, അതേ നിലപാട് തന്നെയാണോ ഇപ്പോഴും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിഫലിക്കുന്നതെന്ന്? സാധാരണഗതിയിൽ ഇപ്പോൾ ഈ 9 വർഷമായി LDF ഭരണമാണ്. നിലമ്പൂരിൽ ഇപ്പോൾ LDFൻ്റെ കൂടെ അല്ല PV അൻവർ എങ്കിൽ പോലും ഈ 9 വർഷം അവിടെ MLA ആയിരുന്നത് LDFൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഭരണ പാർട്ടി തന്നെയായിരുന്നു ഈ അൻവറും LDFും രണ്ടും. അവർക്ക് ഉയർത്തിക്കാട്ടാൻ നിരവധി വിഷയങ്ങൾ ഉണ്ടാകാമായിരുന്നു. ഭരണ നേട്ടങ്ങൾ, ഈ 9 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് അവർക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ പ്രചരണം നടത്താം, പറയാം. പക്ഷെ അതൊന്നും അവിടെ പറയുന്നില്ല. പകരം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. ഇപ്പൊ ഒടുവിൽ കേട്ടത് മനുഷ്യരുടെ വോട്ട് വേണം, SDP-യുടെ വേണം, അവരുടെ വേണം, ഇവരുടെ വേണം, മനുഷ്യരുടെ വോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ശരിക്കും ഈ LDF അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്നുമില്ല, LDF സത്യം പറയുകയാണെങ്കിൽ കുഴഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. 9 വർഷമായിട്ട് നിലമ്പൂരിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ, വികസന നേട്ടങ്ങളൊക്കെ ജനങ്ങളോട് എണ്ണി പറയാം. കാരണം അൻവർ മാത്രമല്ലല്ലോ ഈ പറയുന്നത് പോലെ അവിടെ അൻവറിനെ മാത്രമല്ല CPMൻ്റെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അവരുടെ നേട്ടം എന്ന് പറയുന്നത് അത് CPMൻ്റെ കൂടെ നേട്ടമാണ് അല്ലെങ്കിൽ LDFൻ്റെ കൂടെ നേട്ടമാണ്. അത് അവർക്ക് എടുത്ത് പറയാം. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് എടുത്ത് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്ത് പറയാനില്ല. ഇപ്പോൾ അവിടുത്തെ റോഡുകളെ കുറിച്ച് ചർച്ചയുണ്ട്. അവിടെ റോഡുകളിൽ കുഴിയാണ് എന്നുള്ള ചർച്ചയുണ്ട്. അതെ, ബസ് സ്റ്റാൻഡ് പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇതൊക്കെ ചർച്ചയിലേക്ക് വരികയാണ്. ഇപ്പം ഇതൊന്നും തന്നെ UDFനും LDFനും ഒക്കെ തത്തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാലം UDF അവിടെ ഭരിച്ചിരുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ 9 വർഷക്കാലമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി UDFന് നമുക്ക് മാറ്റി നിർത്താം, അത് കഴിഞ്ഞ കഥയാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി M സ്വരാജിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, M സ്വരാജാണ് ഇപ്പം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. M സ്വരാജ് എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അവിടുത്തെ മലപ്പുറത്തെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടുത്തെ ആളുകൾ ചേർന്നുകൊണ്ട് M സ്വരാജിനെ അവിടത്തേക്ക് അടുപ്പിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പോയി മത്സരിച്ചത് തൃപ്പൂണിത്തുറയിലാണ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് M സ്വരാജിനെ പരിഗണിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് ഒരു ബിസിനസ്സുകാരനെ CPM കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അവിടെ അതിൻ്റെതായ രീതിയിലൂടെ പോവുകയും ചെയ്തതുകൊണ്ടാണ് അൻവർ അവിടെ പണമെറിഞ്ഞും പല കാര്യങ്ങൾ കളിച്ചും കൊണ്ട് തന്നെയാണ് അൻവർ അവിടെ വിജയിച്ചിട്ടുള്ളത്. ഈ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ മതത്തിൻ്റെ പ്രശ്നം, മതം ആരാണ് ഇവിടെ പറയിപ്പിക്കുന്നത്? ഒരു പക്ഷേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശബരിമല വിഷയത്തിൽ ഇത്രയധികം ആഞ്ഞിറങ്ങിയില്ലായിരുന്നെങ്കിൽ, കോടതിയുടെ ഉത്തരവൊക്കെയുണ്ട്, അങ്ങനെ എത്ര ഉത്തരവ് വന്നു. ഇപ്പം ഈ നമ്മുടെ സഭകൾ തമ്മിലുള്ള അടിയിൽ സുപ്രീം കോടതി ഉത്തരവ് വന്നില്ലേ? സർക്കാർ എഴുതി കൊടുത്തിരിക്കുക, ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ ഇവിടെ ജീവഹാനി സംഭവിക്കും, നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് കളക്ടർമാരെ കൊണ്ട് എഴുതി കൊടുത്ത് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് അന്ന് ശബരിമല വിഷയത്തിൽ അത്തരത്തിലുള്ള കാര്യം കാണാതിരുന്നത്? ശബരിമലയിലേക്ക് ഭക്തരെ അല്ലാതെ ഏതോ ആക്ടിവിസ്റ്റുകളെ, ഭക്തരായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ഓക്കെ, ഏതൊക്കെയോ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവച്ച് കയറ്റുകയും അത് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കേരള സർക്കാർ ചെയ്യേണ്ടിരുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. സ്ത്രീകളെ പരിശോധിച്ച് അവർ അകത്തേക്ക് വിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ്.
അവിടെ അതങ്ങ് ഒഴിവാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പ്രവേശിക്കാം. അല്ലാതെ സർക്കാർ ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് സ്ത്രീകളെ എവിടെ കയറ്റിയിരിക്കും, ആരോടാണ് വെല്ലുവിളി നടത്തേണ്ടതിൻ്റെ ആവശ്യം, ആരെ പ്രീതിപ്പെടുത്താനാണ് ശബരിമലയിൽ ഞങ്ങൾ സ്ത്രീകളെ കയറ്റിയിരിക്കും, പുരോഗമനം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത്. സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലല്ലോ അവിടെ സ്ത്രീകളെ കയറ്റുക എന്നുള്ളത്. അവിടെ സുപ്രീം കോടതി പറഞ്ഞു കയറാം, അവിടെ വരുന്നവർ കയറിക്കോട്ടെ എന്നുള്ള നിലപാട് സർക്കാർ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോയി, പുലർച്ചയുടെ മറവിൽ കൊണ്ടുപോയി നവോത്ഥാന നായകനാകാനുള്ള, ഞാനാണ് നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് ആ ഒരു പേര് സമ്പാദിക്കാനുള്ള ഒരു രീതിയായിരുന്നു അവിടെ കണ്ടത്. ഹീറോയിസം കാണിച്ചാണ്. അവിടെയാണ് എം സ്വരാജ് പറഞ്ഞ വാക്കുകൾ. എം സ്വരാജ് അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിൽ തോന്നിവാസം പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ആ പ്രളയത്തിന്റെ സമയത്ത് മലയാള മാസം 1-ാം തീയതി കന്നി അയ്യപ്പന്മാർ എത്താത്ത സമയമുണ്ടെങ്കിൽ മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് വാക്ക് പാലിക്കാത്ത ആളല്ലല്ലോ അയ്യപ്പൻ, അതുകൊണ്ട് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ ആ സമയത്ത് കല്യാണം കഴിച്ചു, ആ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നോക്കൂ, ഈ ഒരു മതം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മതത്തിൽ വിശ്വസിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്താനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഒരു മതത്തെ വൈകാരികപരമായിട്ടാണ് പലപ്പോഴും പല ആളുകളും കാണുന്നത്. അമ്മ എന്ന് പറയുന്നത്, നമ്മുടെ മാതൃത്വം എന്ന് പറയുന്നത് അത്രയേറെ വൈകാരികമായി കാണുന്നത് പോലെ തന്നെയാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളെ അമ്മയ്ക്ക് തുല്യവുമായിട്ടും അച്ഛന് തുല്യവുമായിട്ടും ഒക്കെ കാണുന്ന ഒരു വൈകാരിക അടുപ്പമുണ്ട് അവർക്ക്. അപ്പോൾ ആ തരത്തിലൊരു കാര്യം, അത് ഏത് മതമായിക്കോട്ടെ കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആ തരത്തിലാണ് ഈ സ്വരാജിൻ്റെ ഈ വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ഈ പ്രസ്താവന അവിടെ ഉയർന്നു വന്നത്. ഇത് ഓരോ ആളുകളെയും അന്ന് ഓരോ വിശ്വാസിയുടെയും നെഞ്ചത്തടിച്ച് വിശ്വാസിയെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെടില്ല. എം സ്വരാജിൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മറുപടി പറയുക അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് എം സ്വരാജിൻ്റെ പ്രശ്നം. ഇവിടെ കുറേ പിന്നെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള ആളുകളെ എടുത്ത് ഞങ്ങളുടെ സഖാവിട എന്നൊക്കെ പറയാനുള്ള ഒരു കാര്യമാണ്. അല്ല, യുക്തിവാദികളിൽ കൂടുതലും ഈ ഹിന്ദുമത വിശ്വാസികൾ യുക്തിവാദികളായവരല്ലേ കൂടുതലുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ അവരാണുള്ളത്. കാരണം അവരുടെ ആ വിശാല ഈ ഹിന്ദുമതത്തിൻ്റെതായ, അതായത് സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ആ വിശാല ചിന്ത അതുണ്ടല്ലോ. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ CPM-ന്റെ സാഹോദര്യം, സമത്വം, മതേതരത്വം ഇതെല്ലാം അവരുടെ മുദ്രാവാക്യങ്ങളാണെങ്കിൽ പോലും പ്രവർത്തികളിൽ ഒന്നും തന്നെ ഇത് കാണുന്നത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്, CPM വെളിച്ചത്ത് CPM-ന്റെ നേതാക്കന്മാരുടെ വിശ്വാസം ഇല്ലാത്ത ആളുകളും, പക്ഷേ ഈ രാത്രിയുടെ മറവിൽ ജാതകമൊക്കെ കൊണ്ടുപോയിട്ട് AK സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊക്കെ അല്ലെങ്കിൽ നേരമൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, അങ്ങനെ പല ആരോപണങ്ങളും ഗണപതി ഹോമം നടത്തിയ കാര്യങ്ങളും അങ്ങനെ നടത്തിയ പല 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒക്കെ പോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും ഭാര്യയും ഈ അടുത്ത് തമിഴ്നാട്ടിലെ അമ്പലത്തിൽ പോയത് ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു വ്ളോഗർ കണ്ടതുകൊണ്ട്, ഒരു മാധ്യമപ്രവർത്തകരുടെ വ്ളോഗർ കണ്ടതുകൊണ്ട് അത് പുറത്തിറങ്ങി. ഉഗ്ര ശത്രു സംഹാരത്തിന് വേണ്ടി പോയതാണ് അവർ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളെ അത്രയേറെ പറഞ്ഞ ആളാണ് ഈ പറയുന്ന എം സ്വരാജ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പകൽഗാം ആക്രമണത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ എം സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടോ ഇതിനെ അപലപിച്ചുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തെ മണ്ഡലമാണ് ഈ പറയുന്ന ഇടപ്പള്ളി. അദ്ദേഹം തൊട്ടിപ്പുറത്തെ മണ്ഡലത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. ഇത് തൃക്കാക്കരയാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെയുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ വെടിവെച്ച് ഈ തീവ്രവാദികൾ കൊന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പോലും ഒരു ആദരാഞ്ജലി പോസ്റ്റ് ആരിട്ടിട്ടില്ല, സ്വരാജ് ഇട്ടിട്ടില്ല. പകരം സ്വരാജ് ഒരു കാര്യം ചെയ്തു. ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയെപ്പറ്റി, ഇന്ത്യയുടെ സമ്പത്തിനെ പറ്റി, ഒരു യുദ്ധമുണ്ടായാലുള്ള പ്രശ്നത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ആവലാതി പൂണ്ടു. ഹമാസ് ഭീകരരാണെന്നും ഹമാസിനി എന്തൊക്കെ തന്നെ ഹമാസ് ചെയ്താലും യുദ്ധത്തിനെതിരെ എന്നെ ന്യായമൊന്നും പഠിപ്പിക്കണ്ട എന്ന് തിരുത്തി അന്ന് പറഞ്ഞ ആളാണ്. ഹമാസിന്റെ പേര് പോലും ഇവർ ആരും പരാമർശിക്കില്ലല്ലോ. അല്ല, ഗാസയെ കുറിച്ച് മാത്രമല്ലേ പറയും. പക്ഷെ ഗാസയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആര് എന്നതിനെ പറ്റി പറയില്ല. സ്വരാജിന് രണ്ട് നിലപാടാണ്. അതായത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയതിനെതിരായിക്കൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അത് യുദ്ധത്തിലേക്ക് പോകുമേ അരുതേ എന്ന് പറയുകയും, ഹമാസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാലസ്തീനിലെ ഗസയുൾപ്പെടെയുള്ള ഹമാസ് തിരിച്ചടിച്ചല്ലോ ഇസ്രായേലിനെ. അങ്ങനെ തിരിച്ചടിച്ചപ്പോൾ അവരെന്ത് ചെയ്താലും ഞാൻ അവരോടൊപ്പമാണ്, എന്നെ അധികം സമാധാനത്തിൻ്റെ ഭക്തന്മാരൊന്നും എന്നെ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞ ഇരട്ട നിലപാടിൻ്റെ വക്താവാണ് സ്വരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
എന്താണ് കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത ആൾ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഒരു കമൻറ്റ് കാണുകയാണ്. അത് CPM കാരനായിട്ടുള്ള ഒരാളുടെ കമൻറ്റാണ്. SDPIക്ക് വോട്ട് കൊടുത്താൽ പോലും സ്വരാജിന് വോട്ട് കൊടുക്കില്ല എന്നുള്ളത്. അതായത് SDPIക്കാർ പബ്ലിക്കായിട്ട് ഈ പറയുന്നത് പോലെ അയ്യപ്പനെയോ ശിവനെയോ ന്യായക്കേട് പറയാൻ അല്ലെങ്കിൽ തെറി പറയാൻ നിൽക്കാറില്ല എന്നുള്ളതാണ്. അത് പബ്ലിക്കായി പറയുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതും ഈ ഹിന്ദുക്കൾ ജന്തുക്കളാണ് എന്ന് ആരോ പണ്ട് പറഞ്ഞതുപോലെ എന്താണ് അതുകൊണ്ട് തങ്ങൾ എന്ത് പറഞ്ഞാലും ഇവർക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള നിലപാടാണ് ഇദ്ദേഹത്തിനുണ്ടത് എന്ന് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെയുള്ള ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആര് അധികാരത്തിലേക്ക് എത്തണം എന്നുള്ളത്. എന്തായാലും അവിടെയുള്ള പല ആളുകളും സ്വരാജിനെതിരെ വലിയ പ്രശ്നത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ബാക്കി വരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.